കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അതൊരു ദേശീയ പ്രതിഭാസമാണ്. ഇപ്പോൾ ബി ജെ പിയുടെ നേതാക്കളിൽ ഭൂരിഭാഗവും മുൻ കോൺഗ്രസ് നേതാക്കളാണ് എന്നതാണ് വസ്തുത. എം പിമാരുടെ എണ്ണം മാത്രം എടുത്തു നോക്കിയാൽ മതി. ബി ജെ പി മുഖ്യമന്ത്രിമാരിൽ മുൻ കോൺഗ്രസ്സുകാരുമുണ്ട് എന്നതും നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ കേരളത്തിൽ അത് അത്രത്തോളം അങ്ങ് വന്നിരുന്നില്ല. എന്ന് വെച്ചാൽ വൻ ഒഴുക്ക് ബി ജെ പിയിലേക്ക് ഉണ്ടായിരുന്നില്ല. തീരെയില്ല എന്നല്ല പറയുന്നത്. ബി ജെ പിയിലേക്ക് പോയ പ്രമുഖരുണ്ട്. എ കെ ആന്റണിയുടെ മകൻ ഉൾപ്പെടെ, കെ കരുണാകരന്റെ മകൾ ഉൾപ്പെടെ. ഇപ്പോഴിതാ ഒരു പുതിയ വാർത്ത കൂടി വന്നിരിക്കുന്നു. ഏതെങ്കിലും നേതാവിന്റെ മകൻ ബി ജെ പിയിൽ ചേർന്നു എന്നല്ല, നേതാവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ബി ജെ പിയിൽ ചേർന്നു എന്നതാണ്. മാതൃഭൂമിയിൽ വന്ന വാർത്തയാണ്. കൊട്ടാരക്കരയിൽ നടന്ന ഒരു ചടങ്ങിൽ ബി ജെ പിയിൽ ചേരുന്ന ഫോട്ടോ സഹിതമുണ്ട് മാതൃഭൂമിയിൽ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന NB രാജഗോപാൽ ബി ജെ പിയിൽ ചേർന്നു, ഫോട്ടോ സഹിതമുണ്ട്. ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുന്ന ഫോട്ടോയാണ് ഉള്ളത്. അതോടൊപ്പം കൊടുത്ത ആ വാർത്ത ഇങ്ങനെയാണ്: കൊട്ടാരക്കര മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും NGO അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന NB രാജഗോപാൽ ബി ജെ പിയിൽ ചേർന്നു. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്ന വികസിത കേരളം കൺവെൻഷനിൽ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജഗോപാലിനെ ബി ജെ പിയിലേക്ക് സ്വീകരിച്ചു. കുറച്ചു കാലമായി കോൺഗ്രസ് തുടർന്നു വരുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ദേശീയ നേതൃത്വത്തിലെ വൈദേശികാധിപത്യവും അതൃപ്തിക്ക് കാരണമായെന്നും ഇനി മുതൽ ദേശീയതയിലൂന്നി പ്രവർത്തനം നടത്തുന്ന ബി ജെ പിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും രാജഗോപാൽ പറഞ്ഞു. എന്താണോ ബി ജെ പി ചേർന്ന ഘട്ടത്തിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പറഞ്ഞത്, ദേശീയത, അത് തന്നെയാണ് ഇപ്പോൾ NB രാജഗോപാലും പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അദ്ദേഹം. NGO അസോസിയേഷന്റെ എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ജീവനക്കാരുടെ സംഘടനയായ NGO അസോസിയേഷന്റെ ഭാരവാഹി കൂടിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോഴും അന്നും അറിയപ്പെട്ടിരുന്നത് എന്നും തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും അറിയാം. പ്രധാനപ്പെട്ട ഒരു അധികാര കേന്ദ്രമായിരുന്നു കോൺഗ്രസിലെ NB രാജഗോപാൽ എന്നതും ഒരു വസ്തുതയാണ്. അദ്ദേഹമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രാധാന്യം നേടുന്നത്? കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു സംഭവം നടന്നത്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടി പുതുപ്പള്ളിയിൽ നടക്കുന്നു. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ. ആരായിരുന്നു CP രാധാകൃഷ്ണൻ? മഹാരാഷ്ട്ര ഗവർണറാകുന്നതിന് മുമ്പ് BJPയുടെ നേതാവായിരുന്നു, RSSന്റെ പ്രധാന പ്രവർത്തകനായിരുന്നു. അദ്ദേഹത്തെ മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന് കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ വെച്ച് നടക്കുന്ന ഒരു പരിപാടിയിൽ, വലിയ പരിപാടിയൊന്നുമല്ല, പുതുപ്പള്ളി മണ്ഡലത്തിലെ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് കായിക പരിശീലനം നൽകുന്ന ഒരു ചെറിയ പരിപാടി. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മഹാരാഷ്ട്ര ഗവർണർ തന്നെ വരുന്നു എന്നത് ചെറിയ കാര്യമല്ല. എന്തോ പന്തികേടില്ലേ എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ വാർത്ത സമൂഹത്തിൽ ഇങ്ങനെ നിൽക്കുകയും കോൺഗ്രസിനകത്ത് മെല്ലെ മെല്ലെ ചർച്ചയായി തുടങ്ങുകയും ഒക്കെ ചെയ്യുന്ന ഘട്ടത്തിലാണ് ദാ വരുന്നു ഉമ്മൻചാണ്ടിയുടെ പ്രൈവറ്റ് സെക്രട്ടറി BJPയിൽ ചേർന്നു എന്ന്. സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകരിലും നേതാക്കളിലും ഉയർന്നു വരുന്ന സംശയം ചാണ്ടി ഉമ്മനും ആ വഴിക്കാണോ എന്നാണ്. ഒരിക്കലും അങ്ങനെയില്ല. ഇതിലെന്താണ് ഇത്ര വിവാദമാക്കാനുള്ളത് എന്ന ചോദ്യം ചാണ്ടി ഉമ്മൻ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യം കൂടി നമുക്ക് കേൾക്കാം. ഈ CP രാധാകൃഷ്ണനെ എന്തുകൊണ്ടാണ് ക്ഷണിച്ചതെന്നുള്ള ചില വാർത്തകൾ പാർട്ടിയോട് ആലോചിച്ചിട്ട് അദ്ദേഹം BJP എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം ഗവർണറല്ലേ? അദ്ദേഹത്തിന്റെ ഗവർണറാണോ? അദ്ദേഹം ഗവർണറാണോ? ഗവർണർ എന്നുള്ള നിലയിൽ വിളിച്ചാണ്. അല്ല, അദ്ദേഹം ഗവർണറാണോ? അതെ. ആണോ? അതിൽ മറ്റു രാഷ്ട്രീയമൊന്നുമില്ല. ഒരു സംശയമുണ്ട് എനിക്ക്, അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചോണ്ട്. ഗവർണറാണോ? പാർട്ടിയോട് ആലോചിച്ചിരുന്നോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം? അദ്ദേഹം എന്നോട് എന്റെ പിതാവിന്റെ കല്ലറയിൽ വരണമെന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ ഒരു ഗവർണറാണ്. ആ ഗവർണർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പറയുകയാണ് വരണം എന്ന് പറയുന്നു. ഈ പരിപാടിയിലേക്ക് പിന്നെ എങ്ങനെയാ ചേർക്കുന്നത്? സ്വാഭാവികമായിട്ടും ഒരു ഗവർണർ വരുമ്പോൾ ഞങ്ങള് ഒരു പരിപാടിക്ക് വിളിക്കുന്നതിന് എന്താ കുഴപ്പം? അദ്ദേഹമാണ് ഇങ്ങോട്ട് പറയുന്നത് വരണമെന്ന്. അദ്ദേഹം ഗവർണർ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞാൻ എന്തെങ്കിലും അർത്ഥം കണ്ടെത്താം. ഗവർണറാണോ? എനിക്കറിയില്ല, അദ്ദേഹത്തിനെ അറിയുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ചാണ്ടി ഉമ്മനെ സംബന്ധിച്ച് ഇത്തരമൊരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പ്രതിപക്ഷ നേതാവിനെ വിളിക്കാം, KPCC പ്രസിഡന്റിനെ വിളിക്കാം, അതല്ലെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെ വിളിക്കാം,
KC വേണുഗോപാൽ എല്ലാ ആഴ്ചയിലും കേരളത്തിൽ വന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തെ വിളിക്കാം. ഈ നേതാക്കളെ മുഴുവൻ ഒഴിവാക്കി, കോൺഗ്രസിന്റെ നേതാക്കളെ, സംസ്ഥാനത്തെ നേതാക്കളെയും ദേശീയ നേതാക്കളെയും മുഴുവൻ ഒഴിവാക്കി. എന്തിനേറെ പറയുന്നു, AK ആന്റണി വേണമെങ്കിൽ വിളിച്ചാൽ വരുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയ്ക്കുള്ള പരിപാടിയല്ലേ, അദ്ദേഹം പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് നിൽക്കുകയാണ്. ചിലപ്പോൾ അദ്ദേഹം വന്നിരിക്കാം. അതല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്, VM സുധീരനുണ്ട്, മുല്ലപ്പള്ളി രാമചന്ദ്രനുണ്ട്, അവരെയൊക്കെ ഒഴിവാക്കി. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണനെ തന്നെ കൊണ്ടുവന്നത് എന്തിന്? BJPയുടെയും RSSന്റെയും നേതാവായിരുന്ന CP രാധാകൃഷ്ണനെ എന്തിന് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പരിപാടിയിൽ കൊണ്ടുവന്നു എന്ന ചോദ്യം ഉയർന്നുകൊണ്ട് സംശയം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഇടയിൽ ബലപ്പെട്ട് വരികയാണ്. അതിനിടയിലാണ് സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള നീക്കം നടക്കുന്നത്. അദ്ദേഹം നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തോന്നുമ്പോൾ BJPയിലേക്ക് പോകുമെന്ന്. അത് സംഭവിക്കുമോ എന്ന ഭയം കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിലുണ്ട്. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് വരും ദിവസങ്ങളിൽ ഒരു വൻ ഒഴുക്ക് നടക്കാൻ സാധ്യതയുണ്ട് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ നിന്ന് ഒരു വലിയ നേതാക്കളുടെ നിര തന്നെ BJPയിലെത്തും എന്ന പ്രതീക്ഷയിലാണ് BJP നേതാക്കളുള്ളത്. അതിനുള്ള ചരടുവലികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ.